നമ്മളിന്ന് കോഴിക്കോട് ജില്ലയിലെ നരിക്കുനി പഞ്ചായത്തിലെ നരിക്കുനി കുമാരസ്വാമി റോഡിൽ നരിക്കുനിക്കും പാലോളി താഴത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന അത്താണി എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിൻ്റെ മുകളിലാണ് കിടപ്പ് രോഗികളുടെ ചികിത്സ. സുഖല്ലേ? ഓ സുഖം. ഞാൻ മല കാണുമ്പോൾ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവമാണ്. മനസ്സിലായില്ലേ? ഇതിലേക്കല്ലേ? പിന്നെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ സുഖം തന്നെ. ചേച്ചി ഇവിടെ നിൽക്കില്ല, നമ്മൾ മോനാണ്ടിട്ട് ഞാൻ മറ്റേ ഇവരൊക്കെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ മലയിൽ ഇവിടമാലൊക്കെ വന്നപ്പോൾ ഞാൻ പറഞ്ഞേക്കാല് എപ്പോഴും. ഇത് രാജൻ വർഷങ്ങൾക്ക് മുമ്പ് വീണ് നട്ടലിന് പരിക്ക് പറ്റി കിടപ്പിലാണ്. രാജനെ കൊണ്ടുപോകാൻ സ്വന്തമായിട്ട് വീടില്ലായിരുന്നു. വളരെ ദരിദ്ര കുടുംബത്തിലുള്ള രാജനെ പോലെയുള്ള ആളുകൾക്ക് കിടക്കാൻ ഒരു കട്ടിൽ പോലും ഇല്ലാത്ത ആളുകൾക്ക് അത്താണിയായിട്ടാണ് ഈ അത്താണി എന്ന സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നത്. മറ്റെങ്ങും കൊണ്ടുപോകാൻ വീട്ടിലേക്കൊരു വഴിയില്ല, വീടില്ല. ആ വീട്ടിലേക്ക് ഉള്ള വീട് തന്നെ മറച്ചു വെച്ച കുടുംബ വീട്ടിൽ ഒരു വഴി പോലും ഇല്ലാതെ. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിൽ ജോലിക്ക് വരുന്ന ആളായിരുന്നു രാജൻ്റെ അച്ഛൻ കടുങ്ങൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പിതാവ് വലിയ മരത്തിൽ ഇവരൊക്കെ മരത്തിൽ കയറുന്ന ആളുകളായിരുന്നു. അങ്ങനെ ഒരു ദിവസം മരത്തിൽ വീണ് നട്ടല് ക്ഷതം പറ്റി ഇവിടെ കിടപ്പിലാണ്. ഈ അത്താണിയിൽ അത്തരത്തിലുള്ള രാജനെ പോലെയുള്ള 42ഓളം രോഗികൾ ഇപ്പോൾ ആരും നോക്കാനില്ല. ഞാനിത് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം വേങ്ങേരിയിൽ ആരും നോക്കാനില്ലാതെ അവസാനം പ്രായമായ 2 സ്ത്രീകൾക്ക് സംഭവിച്ച ദുരന്തം നമ്മൾ വായിച്ചതാണ്. ഏതായാലും അത്തരത്തിലുള്ള ആളുകൾക്ക് അത്താണിയായിക്കൊണ്ട് അവരുടെ സംരക്ഷണമാണ് ഈ 2 വാർഡിലായിട്ട്, പുരുഷന്മാരുടെ വാർഡും സ്ത്രീകളുടെ വാർഡും. അപ്പോൾ ഞാൻ രാജനെ കാണുന്ന രാജൻ എൻ്റെ വീട്ടുകാരനെ പോലെയുള്ള എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടിക്കാലം മുതൽ വീട്ടിലൊക്കെ ജോലിക്ക് വരുന്ന ആളായിരുന്നു. അങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ കിടപ്പ് രോഗിയായി മാറിയത്. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരു അത്താണിയായിട്ടുള്ളൊരു സ്ഥാപനമാണ്. തീർത്തും സൗജന്യമായി നാട്ടുകാർ കൊടുക്കുന്ന സഹായം ഉപയോഗിച്ച് കുറേ നിസ്വാർത്ഥരായ മനുഷ്യന്മാർ ഇവരുടെ എല്ലാ പ്രാഥമിക കാര്യങ്ങളും ചെയ്യുന്നത് ഇവിടുത്തെ സ്റ്റാഫും അതേപോലെ തന്നെ ഇതിൻ്റെ നടത്തിപ്പിലുള്ള കമ്മിറ്റി അംഗങ്ങൾ, ഭാരവാഹികൾ ആരും ഇതിൻ്റെ ഒരാളായിട്ട് നടക്കാതെ എല്ലാവരും ഇതിൻ്റെ പ്രവർത്തകരായിക്കൊണ്ട് ഇവർ തന്നെയാണ് ഇവർക്കൊക്കെ വേണ്ട എന്തൊക്കെ പ്രയാസങ്ങൾ ഇവർക്കുണ്ട് അതൊക്കെ തന്നെ പരിഹരിക്കുന്നു, ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു, പരിചരിക്കുന്നു. ആരുമില്ലാത്തവരെ അങ്ങനെ സഹായിക്കുന്ന അങ്ങേയറ്റം മാതൃകാപരമായൊരു സ്ഥാപനമായിട്ടാണ് ഈ അത്താണി പ്രവർത്തിക്കുന്നത്. ഇന്ന് ബിരിയാണിയൊക്കെ ആയിരുന്നു. ഭക്ഷണത്തിലൊക്കെ കാര്യത്തിലൊക്കെ വളരെയധികം സന്തോഷമാണ്. പഠിച്ചു വരികയാണല്ലോ പെട്ടെന്ന്. നോക്കൂ, ഇത് ഈ രാജനെ പോലെയുള്ള എത്രയോ ആളുകൾ ജാതി മതത്തിൻ്റെ ഒന്നിൻ്റെയും അതിർവരമ്പുകളില്ലാതെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും അവരെ ജാതിയോ മതമോ ഒന്നും നോക്കാതെ അവരുടെ രോഗവും അവരുടെ ദയനീയമായ അവസ്ഥയും ദൈന്യതയും മാത്രം നോക്കിക്കൊണ്ട് അവരെ പരിചരിക്കുന്ന ഒരു വലിയ സ്ഥാപനമാണ്. എത്ര പേരാണ്? 54 പേര്. ഇവരൊക്കെ രാവിലെ എല്ലാം കുളിച്ച് 4:30-5 മണിയുടെ തുടങ്ങും കുളി കാര്യങ്ങളൊക്കെ. എല്ലാവർക്കും ചൂടുവെള്ളം കൊടുക്കും. എല്ലാവരും തന്നെ കുളിപ്പിക്കേണ്ടവരാണ്. 1-2 പേര് ബാത്റൂമൊക്കെ കൊണ്ടുപോയിട്ട് 1-2 പേരുള്ള സ്വയം ചെയ്യുന്നവർ. ബാക്കി എല്ലാവർക്കും പുരുഷന്മാര് 26 പേരുണ്ട്. സ്ത്രീകള് 27 പേര്. 27 പേരുണ്ട്. 54 പേരുണ്ട്. ഞാൻ 42 പറഞ്ഞ തെറ്റാണ്. 44 പേരുണ്ട്. 54 പേരുണ്ട്. അവർക്കൊക്കെ സപ്പോർട്ട് വേണ്ടവരാണ്. കുളിപ്പിച്ചു കൊടുക്കണം, ബ്രഷ് ചെയ്ത് കൊടുക്കണം. പിന്നെ പ്രാഥമിക വലിയൊരു മഹത്തായ കർമ്മമാണ്. ബെഡിൽ തന്നെയാണ് പോകുന്നത്. സിസ്റ്റർ പേരെന്താ? ചിത്ര അല്ലേ? സിസ്റ്റർ വലിയൊരു മഹത്തായ കാര്യം നിങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ ഇവിടെ വരലുണ്ട് ഇടക്ക്. ഞാൻ മുമ്പ് വന്നിട്ടുണ്ട്, പല പ്രാവശ്യം വന്നിട്ടുണ്ട്. രാജേട്ടനാണ് നമ്മളെ ആദ്യത്തെ ആള്. ഈ സ്ഥാപനം തുടങ്ങാൻ തന്നെ കാരണക്കാരൻ നമ്മുടെ രാജൻ. അദ്ദേഹം ഇവിടെ എത്തിയതോട് അദ്ദേഹത്തിന് ഒരു വീടില്ല എന്നുള്ളതാണ് ഒരു ആളുകളെ, ഇതിന്റെ നേതൃത്വം കൊടുക്കുന്ന ആളുകളെ ഇങ്ങനെ സ്ഥാപനം തുടങ്ങാൻ പ്രേരിപ്പിച്ചത്.
എന്താ പേര്? എൻ്റെ ഒരു അബൂബക്കർ. എവിടെ സ്ഥലം? ആൻഡമാൻ നിക്കോബാർ ദ്വീപ് ആണല്ലേ. ഇവിടെ ഈ സ്ഥാപനം എങ്ങനെ അറിഞ്ഞു? ഈ സ്ഥാപനം ഞാൻ 22 വർഷമായി തിരുവമ്പാടിയിലായിട്ട്. തളർന്നിട്ട് അല്ല, അവിടെ ജോലിയായിരുന്നു. ഞാൻ ഒരു ആർട്ടിസ്റ്റാണ്. ആ ജോലി എടുക്കുമ്പോൾ വരച്ച് എന്തെങ്കിലും കയ്യിലുണ്ടോ? ഉണ്ട്. ജോലി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വീണിട്ട് 5 വർഷമായി. തളർന്നിട്ടില്ല. ഓപ്പറേഷൻ കഴിഞ്ഞ് സർജറി കഴിഞ്ഞ് ഇപ്പോൾ ഈ അബൂബക്കർക്ക വരച്ച കുറേ ചിത്രങ്ങൾ ഇതാ ആദ്യം മുതൽ എടുക്കുക. ആദ്യം തൊട്ട് നമ്മുടെ ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ മുഹമ്മദ് അലി മാഷ് ഉണ്ട്. ഇതിൻ്റെ എല്ലാമായിട്ട് ഓടി നടക്കുന്ന വ്യക്തികളിൽ ഒരാളാണ് മുഹമ്മദ് അലി മാഷ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ അബൂബക്കർക്ക വരച്ചതാണ് കിടപ്പിൽ. പരിപാടി തുടങ്ങിയിരിക്കുക. കയർ കൊണ്ട് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കുന്നത്, ചകിരി കൊണ്ട് ഉണ്ടാക്കിയത്. ഇതില്ലേ ഇത് അതിൽ ഇനി പണി കഴിഞ്ഞിട്ടില്ല. പണി നടന്നുകൊണ്ട് കഴിഞ്ഞു. കളറിന്റെ ഉണ്ടാക്കിയതാണ്. കല്ല് വെച്ചിട്ടില്ല. അത് പണി ഉണ്ടാക്കിയതാണ്. ഓ, മനോഹരായിരിക്കും. 104. എന്നോട് മുമ്പിൽ പറഞ്ഞു 114. 104 അല്ലേ? പേരെന്തായി? പേര് സെയ്ദ്. മക്കളില്ലേ വീട്ടിൽ? പിന്നെ ആരുമില്ല. വേണ 35ാമത്തെ വയസ്സിലങ്ങ് വയനാട് കയറി പോയി. ഇങ്ങോട്ട് എത്തിയല്ലേ? നാട്ടിൽ നിന്ന് നേരത്തെ പോയിക്കുന്നു. ശക്തിയിൽ നിൽക്കണം കേട്ടോ. നല്ല ആരോഗ്യത്തിൽ നിൽക്കണം. ഏതായാലും വലിയൊരു അനുഗ്രഹമാണ് ഈ പ്രായത്തിൽ നമുക്ക്. നമ്മളൊക്കെ തിരിച്ചറിയുകയും സംസാരിക്കാനൊക്കെ കഴിയുന്നില്ലേ? നിസ്കാരം വല്ലതും നടത്തും. ആയിക്കോട്ടെ. പട്ടോളിയാ കിടന്നോളൂ കേട്ടോ. അടിച്ചിട്ടാലും പ്രശ്നമല്ലേ? 10-12 പേരുണ്ട്. 12 പേര് നട്ടില്ല. അപ്പൊ അവരെല്ലാം നിങ്ങൾ തന്നെ ചെയ്യണ്ടേ? എല്ലാ കാര്യങ്ങളും ചെയ്യണം. അവർ മൂത്രമൊഴിക്കണമെങ്കിലും മറ്റെല്ലാം തളർന്നവരാണ്. അവരെല്ലാം നിങ്ങൾ ചെയ്യണ്ടേ? എന്നിട്ട് ഭക്ഷണം വാരി കഴിക്കുന്നവരുണ്ട്. ബാക്കി എല്ലാവരും വാരി കൊടുക്കണം. വല്ലാത്തൊരു ത്യാഗമാണ് അവിടുത്തെ സ്റ്റാഫും മാനേജ്മെന്റും ഉണ്ടോ? 12 ലേഡീസ് മൊത്തമാണ് ഉള്ളത്. സ്പൈനൽ കോഡ് ഇഞ്ചുറി പറ്റിയവര് 12 പേരുണ്ട്. അല്ലാതെ മൊത്തം 54 പേര്. പിന്നെ അതിൽ കുഴഞ്ഞ് സ്പൈനൽ പോയവര് 10-12 പേരുണ്ട്. പിന്നെ കുഴഞ്ഞ് കിടക്കുന്നവരുണ്ട്. സ്ട്രോക്ക് വന്നവരുണ്ട്. സ്ട്രോക്ക് വന്നിട്ട് ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട്. ഇവിടെ ഫിസിയോതെറാപ്പി ചെയ്തിപ്പോ 1-2 പേര് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഡയാലിസിസ് എത്ര പേര് ചെയ്യുന്ന ഒരു ദിവസം? ഇപ്പൊ മൊത്തം 78 ഇപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് കുറച്ചുണ്ട്. ചെറിയൊരു ഇതുകൊണ്ട് ഒരു 61ലേക്കാണ് നിൽക്കുന്നത്. എല്ലാവർക്കും സുഖല്ലേ? എല്ലാവർക്കും ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ട് എല്ലാവർക്കും? ഞാൻ ഇരിക്കുന്നത് എന്താ ഉച്ചക്ക് ഭക്ഷണം? ഉച്ചക്ക് ബിരിയാണി ടേസ്റ്റ് രുചി ഉണ്ടായിരുന്നോ? വിളിച്ചിട്ടും വരുന്നില്ലല്ലോ. അമ്മയുടെ കൂടെയൊന്നും പോകുന്നില്ലല്ലോ. ഉഷാറായിട്ടുണ്ട്. നല്ല പാട്ടായിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പനിയുണ്ടോ? ഞാൻ മടവൂരാണ്. സലീം എന്ന് പറയും. പാടിക്കോളി. മനസ്സിൻ്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ, വീണമീട്ടുകില്ലേ, വേദന എന്നോട് ചൊല്ലുകില്ലേ. നന്നായി പാടി കേട്ടോ. നന്നായിട്ടുണ്ട്. നല്ല പാട്ടായിക്കുന്നത്. പതുതാതെ പാടി. പാട്. ഒരു പാട്ടുകാരൻ ഞാൻ കൊണ്ടുവരും.
എനിക്ക് പാട്ട് അറിഞ്ഞുകൂടാതല്ലേ, എനിക്കിങ്ങനെ പ്രസംഗിക്കാൻ അറിയാം, പാട്ട് പാടാൻ പാടി പാടി എല്ലാവരും 4 വരി. അന്ന് നമ്മൾ കണ്ടത് പിന്നെ അനുരാഗമെന്തെന്നു ഞാൻ അറിഞ്ഞു, അതിനുള്ള വേദന ഉഷാറായിക്കുന്നു. നല്ല പാട്ടയക്കുന്നത്. ഇപ്പൊ പ്രായത്തിൽ നല്ലോണം പാടുന്നില്ല, ചെറുപ്പത്തിൽ വലിയ പാട്ടയക്കല്ലോ. ഇപ്പൊ പാട്ട് പാടാൻ ആളുകൾ തിരക്കായി. നമ്മൾ കേട്ടാളാ, ഞാൻ വെച്ചാൽ കറുത്ത നിറം തന്നെ ചുവന്ന ചുണ്ടുമായി അഴുത്തെഴുത്തുമാതാക്കി പറക്കുന്ന കിളിക്കിടാവേ. നന്നായിരിക്കുന്നത്. ഈ സ്ഥാപനത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്ററാണ് മുഹമ്മദ് അലി മാഷ്. ഒന്നും സമ്പാദിക്കാതെ ഇതിൻ്റെ ആളായി നടക്കുന്ന ആരുമില്ല. എല്ലാവരും ഇതിൻ്റെ പ്രവർത്തകരായിട്ട് ഈ പാവപ്പെട്ട രോഗികളെ, കിടപ്പ് രോഗികളെ സംരക്ഷിച്ചുകൊണ്ട് പിന്നെ വീട്ടിൽ പോയിട്ട് ആളുകളെ സഹായിക്കും. രോഗികളെ അവിടെ മൊത്തം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 60 പേരുണ്ട്. 60 പേരുണ്ടല്ലേ? 60 പേര് ഓൾറെഡി ചെയ്യുന്നുണ്ട്. 17 മെഷീനുണ്ട്. 2 വന്നത് ഇവർക്ക് കൂടുതൽ അത്തരത്തിലുള്ള പ്രായമുള്ള ആളുകളെ, കിടപ്പ് രോഗികളെ സഹായിക്കണമെങ്കിൽ ഇവർക്ക് കൂടുതൽ ഭൂമി വേണം, കൂടുതൽ കെട്ടിടം വേണം, പണം വേണം. അപ്പോൾ അത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് സാധിക്കുന്നിടത്തോളം ഈ സ്ഥാപനത്തിൽ വന്നിട്ട് അത് കൃത്യമായ കൈകളിൽ എത്തുമെന്നുള്ള ഉറപ്പതാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇവരെ സഹായിച്ചു കൊടുത്താൽ മാത്രമേ കൂടുതൽ ഇത്തരത്തിലുള്ള രോഗികളെ അവരെ ഏറ്റെടുത്ത് നടത്തുമ്പോൾ കുറേ ആളുകളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നിസ്വാർത്ഥമായി ഇത് ചെയ്യുമ്പോൾ അതിനെ സഹായിക്കേണ്ടതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതെല്ലാവരും ചെയ്യണം, സ്വയം മുന്നോട്ട് വരണം, ഇവിടെ വന്ന് കാണണം. ഇതെന്നാ നമ്മുടെ പരിപാടി വാർഷികം 28, 29, 30, 31. 28, 29, 30, 31. ഈ 4 ദിവസമായിട്ട് ഇതിൻ്റെ വാർഷികം ഇവിടെ നടക്കുകയാണ്. അന്ന് ആളുകൾക്ക് വരാം, അല്ലാതെയും വരാം. അപ്പോൾ കൈമൈ മറന്ന് എല്ലാവരും ഇതിനെ സഹായിക്കണം. ഇത് വലിയൊരു സ്ഥാപനമാണോ. ഞാനിത് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോവുകയാണ്. വല്ലാത്തൊരവസ്ഥയാണ് ഇങ്ങനെ കിടക്കുന്നത്. നമ്മൾ ഏത് സമയമാണ് ഇതേപോലെ കട്ടിലിൽ കിടന്നു പോകുമെന്ന് പറയാൻ പറ്റില്ല. അത്താണിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ഖാദർ മാഷ കൂടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. പിന്നെ മാഷ നമസ്കാരം. ഇവിടെ ഇപ്പോൾ എത്ര 50ഓളം രോഗികളല്ലേ, കിടപ്പ് രോഗികളുണ്ട്? 54 രോഗികൾ. അപ്പോൾ ഇതിൻ്റെ ചിലവ് എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ചിലവ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായി ഒരു വരുമാനം നമുക്കില്ല. നമുക്കൊരു 220 എന്ന് പറയുന്ന ഒരു സിസ്റ്റവും അതുപോലെ തന്നെ ECS എന്ന് പറയുന്ന ഒരു വരിസംഖ്യ സിസ്റ്റമാണ് ഉള്ളത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ മാസത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാവുന്ന ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു 4 ലക്ഷം രൂപയാണ് ഉറപ്പിക്കാൻ പറ്റിയ. പിന്നെ ദൈവസഹായത്താൽ വരുന്നുണ്ട്, സന്ദർശിക്കുന്ന ആളുകൾ കണ്ടറിഞ്ഞ് നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ 23 ലക്ഷം രൂപ ചെലവ്. അല്ല, ഇവർക്ക് നിങ്ങൾ ഈ മുകളിലുള്ള രോഗികൾക്ക് ഒന്ന് പുറത്തിറങ്ങാനോ അവളെ ഡയാലിസിസ് ഒന്നൊരു വിശാലാക്കാനോ ഒക്കെ ഉള്ള പദ്ധതികൾ ഉണ്ടെന്ന് കേട്ടു. എങ്ങനെയാണ് അതിനെ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു വിശാലമായൊരു ക്യാമ്പസാണ്. വിശാലമായൊരു ക്യാമ്പസിൽ നമ്മുടെ പിന്നെ ഈ പാരാപ്ലീജിയ അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് അവരുടേതായ ഒരു ഇലക്ട്രോണിക് വീൽ ചെയറിലൂടെ തന്നെ സഞ്ചരിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ ഗാർഡനിങ് ഒക്കെ ആയിട്ട് സ്വയം അവർക്ക് പിന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ക്യാമ്പസിനെ വളർത്തിയിട്ടുണ്ട്. വീടിനേക്കാൾ സന്തോഷകരമായ സാഹചര്യത്തിൽ അവർക്കുള്ള ഫിസിയോതെറാപ്പി, അവർക്കുള്ള മറ്റെല്ലാ കാര്യങ്ങളും അവർക്ക് പുറത്തിറങ്ങാൻ കഴിയും. ഒരു ഹാളിലേക്ക് ഇറങ്ങാനുള്ള സൗകര്യം ഇവിടെ ഉള്ളൂ. ഒരു വിശാലമായ സൗകര്യം അവർക്ക് ജീവിതത്തിലേക്ക് 4 ചുമരുകൾക്കുള്ളിലാണ് ഉള്ളത്. മറ്റൊരു വിശാലമായ സൗകര്യത്തിൽ അവർക്ക് ഇലക്ട്രോണിക് വീൽ ചെയറിൽ എല്ലാ സ്ഥലത്തും പോകാനും ഗാർഡനിങ് കാണാനും ജീവിതം കാണാനുള്ള സൗകര്യം. അപ്പോൾ ഒന്നത് അതുപോലെ തന്നെ ഈ സൈക്യാട്രിക് പേഷ്യൻസിനൊക്കെ തന്നെ അവരുടെ രോഗം ഭേദമായി വരുമ്പോൾ സ്വയം തൊഴിലെടുക്കാനുള്ളതും അവരെ സമൂഹത്തിൻ്റെ ഭാഗമാക്കി എടുക്കാനുള്ള ഒരു സംവിധാനം അതുവഴി നമ്മൾ ഈ ക്യാമ്പസ് ഉദ്ദേശിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ സാധാരണ മനുഷ്യരെ പോലെ അവരുടെ ക്രയവിക്രയങ്ങൾ ചെയ്യാൻ പറ്റിയ ഒരു അവസ്ഥാവിശേഷം നടപ്പിലാക്കാൻ പറ്റിയ ഒരു ക്യാമ്പസാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. വലിയൊരു ക്യാമ്പസ്. അത് വേഗം പൂർത്തിയാവട്ടെ. നമ്മുടെ ഈ വാർഷികത്തോടു കൂടി അത് പൂർത്തിയാവട്ടെ. ഓക്കെ. എല്ലാ ആശംസകളും നേരാം. ഓക്കെ, ആയിക്കോട്ടെ. ശരി. എല്ലാ അഭിനന്ദനവും. കാരണം നിങ്ങൾ കുറേ ആളുകളുടെ ആ നിസ്വാർത്ഥമായ പ്രവർത്തനമാണ് ഈ സ്ഥാപനത്തെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാവിധ പ്രാർത്ഥനയും തീർച്ചയായിട്ടും എല്ലാ പിന്തുണയും ഞങ്ങളുടെ പൊതുപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് എല്ലാ പിന്തുണയും ഉണ്ടാവും.